വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിൽക്കുന്നത് ഭവാനിപ്പയുടെ പാലത്തിന്റെ മുകളിലാണ്. ഇന്നലെ നമ്മളെല്ലാം ഈ ഭാഗങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ഭാഗം വിട്ടു പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ നമ്മുടെ സാഹചര്യം പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിട്ടു പോകണം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അഗളിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഗൂളിക്കടവ് എന്നുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂളിക്കടവിലാണ് നമ്മുടെ സബ്സ്ക്രൈബർ മണികണ്ഠൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മണികണ്ഠനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് നമുക്ക് കോൾ വന്നത്. മൂപ്പര് നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കണത്. അപ്പോൾ എത്രത്തോളം നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമ്മുടെ എല്ലാ കാര്യങ്ങളും മണികണ്ഠനാണ് അവിടെ പോയി നോക്കുന്നത്. അപ്പോൾ ഗൂളിക്കടവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലും ഇന്റേണൽ ആയിട്ടുള്ള സംസാരങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം റോഡ് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഇന്റേണൽ ഷൂട്ടിംഗ് ഒന്നും തയ്യാറാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ സംസാരിക്കുന്ന കേൾക്കുന്നില്ല ഒക്കെ കൂടി ഒരു റോഡ് വളരെ മോശമാണ്. കാരണം മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്ന ഏരിയയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് എല്ലാ റോഡും കുഴിയായിട്ട് വളരെ സ്ലോയിൽ ഒരു 10-20 കിലോമീറ്റർ സ്പീഡിൽ ഇവിടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല, നിൽക്കുന്ന റോഡ് നോക്കാം. റോഡൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മളിപ്പോൾ ഗൂളിക്കടവിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പരിത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടിട്ടില്ല നമ്മളിത്. ഹോട്ടല് ഏതാണ്? തലശ്ശേരി ഹോട്ടല്. അതിന്റെ ഫ്രണ്ടിലുണ്ട്. ആള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഗൂളിക്കടവിൽ കുറേ നേരം മൂപ്പര് വെയിറ്റ് ചെയ്താണ് ഞങ്ങളെ. പിന്നെ ഞങ്ങൾ വരാൻ വൈകിയോണ്ട് ഞങ്ങൾ പുഴയിലും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ മൂപ്പര് തിരിച്ചു പോയി എന്നാണ് പറയണത്. പക്ഷെ എന്തായാലും ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് വന്നു. ആ റോസ് ഷർട്ട് ഇട്ടിട്ടുള്ള ആളാണ് നമ്മുടെ സബ്സ്ക്രൈബർ. കൈ കാണിക്കണം, നോക്കട്ടെ ആളാണോ നോക്ക്. അതന്നെ കാണുന്നുണ്ട്. നമ്മുടെ റോസ് ഷർട്ട് ഇട്ടിട്ടുള്ള ആളാണെന്ന് തോന്നുന്നത്. അത് തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ്. മണികണ്ഠൻ, യെസ്, ഇതാണ് നമ്മുടെ മണികണ്ഠൻ. വണ്ടിയിലല്ലോ, കയറാലോ അല്ലേ? ബൈക്കുണ്ടോ? എങ്ങനെയാണ്? ബൈക്കുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ സബ്സ്ക്രൈബർ മണികണ്ഠൻ ഏട്ടൻ അല്ലേ? മണികണ്ഠൻ പാലക്കാടല്ലേ? പാലക്കാടാണ്. മണികണ്ഠൻ വന്നിട്ട് എത്ര കാലമായി?
26 വർഷം. ഇത് മണികണ്ഠൻ്റെ ഫാമിലിയാണിത്. അപ്പോൾ അവരുടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. ഒരു മോനുണ്ട്, ഒരു മോളുണ്ട്. അപ്പോൾ നമുക്കാണ് നടക്കാല്ലേ മോൾ. ശരിക്കും യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ 100 ഏക്കർ നെല്ലിപ്പതിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 100 ഏക്കർ നെല്ലിപ്പതിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് നമ്മുടെ മണികണ്ഠേട്ടൻ്റെ വീട്. നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. അപ്പൊ നമ്മള് മണികണ്ഠേട്ടൻ്റെ വീട്ടില് 100 ഏക്കർ നെല്ലിപ്പതി അല്ലേ അവിടെ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോ കുറെ നേരമായിട്ട് ഈ അട്ടപ്പാടിയെ കുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു 2 ദിവസം പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് അല്ലേ? കാണാനാണ് പറഞ്ഞ ഒരുപാടുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. സത്യത്തിൽ നമ്മൾ അട്ടപ്പാടിന്ന് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മുടെ ഏത് സംഭവത്തിൽ നമ്മളൊന്നും അധികം കറങ്ങാത്തൊരു സ്ഥലമാണ് അട്ടപ്പാടി. കാരണം അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിൽ നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസികളുടെ ഒരു ഊരാണ് അല്ലേ? ഒരുപാട് ഊരുകൾ നിറഞ്ഞ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ അട്ടപ്പാടിയെ കുറിച്ച് ഒരു 2 വാക്ക് എന്താണ് പറയാനുള്ളത് മണികണ്ഠേട്ടാ? അട്ടപ്പാടിയെ കുറിച്ച് ഞാൻ പറയാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏകദേശം 26 വർഷങ്ങളായി അട്ടപ്പാടിയിൽ വന്നിട്ട്. പക്ഷെ ഞാൻ അട്ടപ്പാടിയിൽ വരാനുള്ള കാരണം കൃഷിക്കായിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അട്ടപ്പാടിയെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്നത്. അട്ടപ്പാടിയിൽ വന്ന ഒരു മനുഷ്യനും നശിച്ചു പോയിട്ടില്ല. പക്ഷെ എല്ലാവരും ഡെവലപ്പ് ആയിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടാണെങ്കിലും എന്തുകൊണ്ടും വിദ്യാഭ്യാസത്തിലാണെങ്കിലും എല്ലാം ഉയർച്ച ഉണ്ടായിരുന്നുള്ളൂ. താഴ്ച വന്നിട്ടില്ല. ഇപ്പൊ അട്ടപ്പാടിയെ കുറിച്ച് പണ്ടൊക്കെ പാലക്കാട്ടുകാര് സംസാരിക്കുന്നത് അട്ടപ്പാടിയിലാണ്, അട്ടപ്പാടിക്ക് സ്ഥലം മാറ്റും, അട്ടപ്പാടിക്ക് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഒരുപാട് ഡയലോഗുകൾ. പക്ഷെ ആ അട്ടപ്പാടി അല്ല ഇവിടെ വരുമ്പോ തികച്ചും ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡെവലപ്ഡ് ടൗൺ ആണ്. തണുപ്പിന് തണുപ്പ്, നല്ല തണുപ്പാണ്. ഈ ഉച്ചക്ക് 2 മണിക്ക് നല്ല തണുപ്പുള്ള ഒരു സമയമാണ്. കാരണം ഇപ്പോ വെയിലടിക്കുന്ന സമയത്തായാലും ശരി, കാരണം മലയുടെ മുകളിലായതുകൊണ്ടാണ്, ഒരു ട്രോപ്പോസ്ഫിയർ ആ ലെവലിലായതുകൊണ്ടാണ് നല്ല തണുപ്പ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ആനകളൊക്കെ നന്നായി ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ വന്ന വർഷം തന്നെ ഇവിടെ ആന ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ പിന്നെ നമുക്ക് സംഭവിച്ചില്ലേ? കഴിഞ്ഞ 2 ആഴ്ച ഒരു അമ്മച്ചിന്റെ കൊന്നുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും വീട്ടിൽ വരും. സത്യത്തിൽ 6 മണി 7 മണി ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ആനകൾ കൂടിയിരിക്കുന്നു. കൃഷി നശിപ്പിക്കുന്നുണ്ട്. ശരിക്കും മണികണ്ഠേട്ടന് ഇവിടെ എന്താ കൃഷി? എനിക്ക് കുരുമുളക്, കാപ്പി എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ അടുക്കാണ് എന്റെ സ്ഥലം വിറ്റത്. പിന്നെ ഞാനൊരു 10 ഏക്കർ സ്ഥലം നോക്കുന്നുണ്ട്. ആ 10 ഏക്കർ സ്ഥലം നോക്കുന്ന ആ ഉടമസ്ഥന്റെ 10 ഏക്കർ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ് എനിക്ക് വീടിന്റെ പണി പൂർത്തീകരിച്ചത്. ഓ ശരി ശരി. അപ്പൊ മണികണ്ഠേട്ടന് അവിടെ സ്ഥലം ഉണ്ട്, ഏക്കറക്കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു പറയുന്നത്. ഏലം തന്നെ? ഏലം തന്നെ. കുരുമുളക്, കാപ്പി. പിന്നെ വേറെന്താ സംഭവം എന്ന് വെച്ചാൽ പറയാൻ, അട്ടപ്പാടിയിൽ ഒരുപാട് പുഴകളുണ്ട്. അറിയപ്പെടാത്തതാണ് ഇതെല്ലാം. ശരിക്കും കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. ആരും അങ്ങനെ ഇപ്പോഴാണ് സിനിമക്കാർ ഇവിടെ വന്ന് ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഫേമസ് ആയി വന്നത്. പണ്ട് ആരും അട്ടപ്പാടിയിൽ കേറില്ല. കാരണം ഒന്നാമത് വഴിയിലൊക്കെ ആനകൾ ഉണ്ടാവില്ലേ? റോഡിലൊക്കെ വഴിയിൽ ആനയുണ്ട്. പിന്നെ റോഡ് സൗകര്യമില്ല. ഞങ്ങളെ സമയത്ത് ഞങ്ങൾ മലയിലായിരുന്നു. പക്ഷെ അവിടെ പിള്ളേർക്ക് പഠിപ്പിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ മലയിൽ നിന്ന് താഴോട്ട് വന്ന് 10 സെന്റ് സ്ഥലം മേടിച്ച് വീട് പണിയുന്നത്. മലയിലിപ്പോ സ്കൂളൊന്നുമില്ലേ? ഉണ്ട്. ഞാൻ വന്ന വർഷം ഒന്നും അങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ കറണ്ടോ റോഡ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴൊക്കെ എത്രയോ വ്യത്യാസം ആയി. കറണ്ടായി, റോഡായി. എന്നാലും ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ടൗണിൽ ഇപ്പൊ പറയുന്ന പോലെ അല്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് തികച്ചും ഹൈലി ഡെവലപ്ഡ് ആണ്. ഒരു സൗകര്യത്തിനും കുറവില്ലാത്തൊരു സ്ഥലമായി മാറിയിരിക്കുന്നത് അട്ടപ്പാടി. എല്ലാം ഉണ്ട് അട്ടപ്പാടിയിൽ, എല്ലാം ഉണ്ട്. ഇപ്പൊ വേറൊരു കാര്യത്തിൽ ഞാൻ ഞെട്ടി. കാരണം ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 2.5 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക്കാണ് റേറ്റ് ഉള്ളില്. അപ്പൊ റോഡിലൊക്കെ എന്താ സ്ഥലത്തിന് വില ഇപ്പൊ അല്ലേ? അവിടേക്ക് സ്ക്വയർ ഫീറ്റിനാണ് വില. അതായത് ഈ ഗൂളിക്കടവ് എന്നുള്ള സ്ഥലത്ത് സ്ക്വയർ ഫീറ്റിനാണ് അവിടെ റോഡ് സൈഡിൽ സ്ഥലത്തിന് റേറ്റ് പറയുന്നത്, സെന്റിനും കൂടിയല്ല. കാരണം അതൊക്കെ തികച്ചും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം 10-12 കൊല്ലം മുമ്പ് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നിലേക്ക് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു.
ഇന്നിപ്പോ എന്താ സ്ക്വയർ ഫീറ്റിനാണ് സ്ഥലം പറയുന്നത്. സ്ഥലം കിട്ടാറില്ല, ടൗണിലെ സ്ഥലം കിട്ടാറില്ല. കാരണം അത്രയും ബിസിനസ് നടക്കുന്നുണ്ട് ഒന്നുമല്ലേ? മലഞ്ചരക്ക് കുരുമ്പടാണെങ്കിൽ ഏലമാണെങ്കിലും. മണികണ്ഠൻ, പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ നമ്മുടെ ഈ സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ട്രാവൽ വിത്ത് ഫുഡാണ്. അപ്പൊ നമ്മളെ ഇപ്പോ മണികണ്ഠന് അറിയാലോ, മണികണ്ഠൻ നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണ്, പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോ ഉച്ചക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫുഡ് നമുക്ക് ഔട്ട് സൈഡിൽ ഉണ്ടാക്കാന്നാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറ്റിയൊരു സ്ഥലം, അപ്പൊ ഞങ്ങളിപ്പോ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ 2-3 ബ്ലോഗിലൊക്കെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു അരുവിയുടെ തീരത്തൊക്കെ ആയിരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുമ്പോ അങ്ങനെ നന്നായി. ഇനിയിപ്പോ അതല്ല, ഒരു കുറച്ച് നല്ലൊരു, ഒന്നിപ്പോ വലിയൊരു മഴ ഇല്ല, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അനുയോജ്യമായ ഒരു സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? കിട്ടാറുണ്ട്. കൂടുതൽ ആൾക്കാരില്ലാത്ത സ്ഥലം ചിറ്റൂര് കട്ടേക്കാട്, അതായത് അവിടെയാണ് വെള്ളിത്തിര ഷൂട്ടിംഗ് എടുത്തതും അതുപോലെ തന്നെ സ്നേഹ വീട്, അങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്ത ഭാഗമാണ് ഇപ്പൊ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ചിറ്റൂര് കൊല്ലങ്കാട്. കൊല്ലങ്കാട്ടിലാണ് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒത്തിരി ആൾക്കാർ പാർക്കിംഗ് ഇല്ല, പിന്നെ AVIP സ്ഥലമാണ്. അവിടെ ഒരു എല്ലാ സൗകര്യങ്ങളും ഒരു ശല്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ള സൗകര്യം, ഒരു അരുവി, അങ്ങനെ കിട്ടിയാൽ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ചൊരു കൺവീനിയന്റ് ആയി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോ നമ്മൾക്ക് സത്യത്തിൽ ഇവിടെ ഏത് സ്ഥലവും അറിയില്ല, സീറോ അറിവാണ്. അപ്പോൾ എല്ലാം നമ്മള് മണികണ്ഠേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടി. എന്നാ നമുക്ക് സമയം കളയാതെ നമുക്ക് പോവാം. അപ്പൊ ചേച്ചി അല്ലേ, ചേച്ചി മക്കളും കൂടി. അപ്പൊ അതാണ് മണികണ്ഠന്റെ വൈഫ് നമ്മുടെ കൂടെ കുക്കിങ്ങിന് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കമ്പൈൻ കുക്കിംഗ് ആവാം, കാരണം ഉള്ളിയരിയൊക്കെ ആളുണ്ട്. അപ്പൊ ശരി. ചേച്ചി, ആ സ്ഥലത്തിന്റെ പേരെന്താണ്? കൊല്ലങ്കാട് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. പക്ഷെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് നമുക്കൊരു എന്താ ഒരു നിത്യാസ, ആകാംക്ഷ അല്ലെ, അജ്ഞാനാസ അതൊക്കെ ഉണ്ട് പറയാ. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി? 4 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ചേച്ചി, പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? ഓ, ശരിക്കും ചേച്ചി ഇത് ഭയങ്കര ആനുള്ള സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ആന വരാറുണ്ടെന്ന് പറയണവര്. ഇടയ്ക്കിടയ്ക്കല്ല, എപ്പോഴും ആന വരാറുണ്ടെന്ന് പറയുന്നത്. ഈ കാണുന്നത് ആദിവാസി ഊരാണ്. ഇപ്പോൾ ഒരു ലോങ് എന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ചുണ്ടോളം ഊര് അല്ലേ? കലക്ടർ പെർമിഷനൊക്കെ വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. ഒക്കെ നല്ല വീടുകളുണ്ടോ? സർക്കാർ കൊടുക്കുന്ന വീടുകൾ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ സ്ഥലം. കണ്ടതാണ് ഫോറസ്റ്റ് ഓഫീസ്. ഉള്ള ഏരിയയിലേക്കാണ് പോണത്, വളരെ ഉള്ള ഏരിയയിലേക്കാണ് പോണത്. പിന്നെ ആദിവാസി കോളനിയിലേക്കൊക്കെ പോവാന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ നമുക്ക് പെർമിഷൻ എടുക്കാതെ പോകാൻ പറ്റില്ല. കളക്ടറിന്റെ ഒക്കെ പെർമിഷൻ വേണം. അതായത് കാരണം അവരുടെ സെക്യൂർഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരും പോയി അവർ ഡിസ്റ്റർബ് ചെയ്യരുത് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പെർമിഷനൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റില്ല, എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ പോണ വഴിക്ക് ഒരു തൂക്കുപാലുണ്ട് നമ്മുടെ ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ പേരെന്ത്? ഡെയ്സി ചേച്ചി പറഞ്ഞു ഇവിടെ പോണ പോക്കിൽ ചെറിയൊരു തൂക്കുപാലുണ്ട്. കാരണം നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരു തൂക്കുപാല പറഞ്ഞു. പക്ഷെ നമ്മളത് ചെറിയൊരു പുഴയുണ്ട്. അപ്പോൾ ആ പുഴയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഒഴുകുന്ന പുഴ തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ജസ്റ്റ് ആ തൂക്കുപാലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അല്ലേ? പഴമയുടെ ഒരു ഫീൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം.
തൂക്കുപാലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ തൂക്കുപാലാണ്. അതങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇതൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കാനേ പറ്റുള്ളൂ. കാരണം അവരുടെ സ്ഥലത്തേക്ക് ഈ പുഴ കടന്നു പോകാനുള്ളൊരു ഉപാധിയായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. കാരണം പാലം കെട്ടുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആവും, ചിലവ് കൂടും. അപ്പോൾ അവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടൊരു തൂക്കുപാലം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇത് വഴിയാണ് അവിടേക്ക് നിർത്തണം. അവിടെ നിർത്തല്ലേ? ഞാൻ ആദ്യം ഇവിടെ നല്ല വണ്ടി തിരിക്കാനൊക്കെ നല്ല സ്ഥലം ഉണ്ടല്ലോ. ഈ തമിഴ്നാട്ടുകാരൊക്കെ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യല്ലേ? അപ്പൊ നമ്മുടെ ചേച്ചി പറഞ്ഞ സ്ഥലമെത്തി, ഡേസി ചേച്ചി പറഞ്ഞ സ്ഥലമെത്തി. കുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിവിടെ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണ്ടമാന ആൾക്കാർ വന്ന് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. കാരണം ആരും ഡിസ്റ്റർബൻസ് ഇല്ല പറയാം. കാരണം മറ്റേത് ഈ സ്ഥലം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ്. ഇതിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഏകദേശം നല്ലൊരു ഫുൾ കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്കൊന്നും അധികം അറിയാത്തൊരു പ്ലേസ് ആണ്. കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ചെറുതായിട്ടൊരു മഴയും തുള്ളിയിടുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ കുക്കിംഗ് ഇവിടെ വിജയിക്കുമെന്ന് അറിയില്ല. പക്ഷെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഒന്ന് പാർക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ അധികം ആൾക്കാർ ആരും എത്തിപ്പെടാത്തൊരു സ്ഥലത്താണ് ഇത്. എന്നാലും ആൾക്കാർ ചൂണ്ടിയിടാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി. മഴ പറ്റിച്ചൂലേ? അതിൽ കൂടെ ഉണ്ടല്ലേ? നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മഴ. അപ്പോൾ നമ്മുടെ മണികണ്ഠേട്ടൻ്റെ അവരുടെ തന്നെ ഒരു വീടുണ്ട് ഇവിടെ. വേറൊരു ഔട്ട് ഹൗസ് പോലെ ഒരു വീട്. നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. പോലെ എന്താ? ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഒന്ന് കുക്ക് ചെയ്യുന്നതാണ് വേറൊരു അവസരം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഒരു 2 പേര് നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കളക്കത്തെ സന്ദനമരം പാടിക്കല ഞാൻ മാറിപ്പോയാൽ അവർ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നഞ്ചിമടി ചിരിയെന്ന് പറയാം. അതെ.